गाइस, वेलकम बैक टू आवर चैनल। तो हम आ गए वापस बिल्कुल एक न्यू पार्ट के साथ प्रेमम के, और हम इसके प्री क्लाइमेक्स सीन पर आ गए हैं। तो जो बेसिकली ये है जॉर्ज है, उसने मैरी की जो सिस्टर है उसको प्रपोज कर दिया है काइंड ऑफ, और उसने भी बोल दिया अरे यार अगले रविवार तो मेरी एंगेजमेंट है। तो अब देखते हैं कि यार इस पार्ट में क्या होगा। और जॉर्ज का तीसरी बार हार्ट ब्रेक हुआ है। पहली बार मैरी ने किया, दूसरी बार माला ने किया, अब मैरी की बहन ने किया। अब देखते हैं कि क्या ये मान जाएगी कि नहीं मानेगी। तो स्टार्ट करते हैं। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। കേക്ക് റെഡിയാണ് കേട്ടോ. നല്ല കേക്കല്ലേ? केक भी ले गई। പെണ്ണ വിട്ടി വിട്ടിങ്ങാണ് നീ മോലാളുണ്ടാക്കിയതോ? അണ്ണാക്കി ഇറക്കിയിട്ട് പറ, മനസ്സിലാവണല്ലോ. മോലാളുണ്ടാക്കിയതാ. നീ ഇത് നിർത്തുക. അടിപൊളിയാ, ലാസ്റ്റ് ദിവസാ. എന്താണ് കയ്യിൽ? അതിനകത്തൊന്നുമില്ല. കണ്ട അവനെന്തേ? ആളിതേ അവിടെ ബാക്കിൽ അയാളുടെ അവിടെ ഉണ്ട്. ആളുടെ കലിപ്പും കൂടി ഇത്തിരി ഓണാണ്. എന്നിട്ട് മറ്റേ സെളീം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ആള് കലിപ്പായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ആ പെങ്കൊച്ചൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത ഇഷ്ടമില്ലേ? ഈ കവറിലെന്താ? ഈ കവറിലെന്താന്ന്? കവറിലോ അതളങ്ങ. പിന്നെ പറയാം. എനിക്കിത് കൊടുക്കായിരുന്നില്ല ചോദിച്ചോ. പിന്നെ ചൂടായിട്ടിരിക്കണോ അവനെ കൊണ്ട് ആരെങ്കിലും തല വയ്ക്കോ? क्या खत दिया है क्या? खत देने का ही। ഞാൻ പറയുന്നു. എടാ ജോർജേ, മുതലാളി ആത്മഹത്യയല്ലേ മുതലാളി? ओ ഇറങ്ങി മുതലാളി അടിപൊളി. सीरियसली पिएगा भी क्यों बेचारा? दिल टूटा, हार्ट ब्रेक। तीसरी बार, एक बार तो हुए, दूसरी बार भी, पर 3 बार तो ना। ആൽക്കഹോൾ കണ്ടന്റ്. ഗ്ലാസ് അവിടെ ഒരു പണി ഗ്ലാസ് ഐറ്റംസ് ഇന്ന് ഞാൻ അടിച്ചു വിറ്റു. यार पर उस लेटर में താഴെ पर उस लेटर में क्या होगा? എടാ ഗ്ലാസ് ആയിട്ട് വേമാടാ. हम लोग खुशी मना रहे हैं, दुख। केक भी खा रहे। പാട്ട്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുടിയെടുക്കുമ്പോൾ പെണ്ണിട്ട് വേറെ സാധനം. വേറെ സാധനം എന്ന് പറയുമ്പോ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്. കേൾക്കണം? എവിടെ ശ്രദ്ധിച്ചിരിക്കും? 3 പേര് ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സീമൊത്തം കോണ്ട. അടിപൊളി. क्या है? वो लेटर ही भूल गए शायद। पर यार इसके दोस्त बढ़िया है जोसेफ के। അവള് വേണ്ട, ഇവള് School times വേണ്ട, के साथ ഈ है। കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേ സീമൊത്തം കോണ്ട. മുട്ടി നടക്കാൻ, തൊട്ടുരുമ്മിയിരിക്കാൻ, 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും വല വീശി എറിഞ്ഞിട്ടും നോ റിപ്ലൈ. തല്ല പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കയറ്റി ഒലിപ്പിച്ച് നടന്നിട്ടും നോ റിപ്ലൈ. ഇത് വേണ്ട, ലവ് വേണ്ട, ഇവിടെ അല്ലേ സീമൊത്തം കോണ്ട. ഒരു കട്ടൻ കാപ്പി. Sweet point. ചേട്ടാ रुपए ഇത് കേട്ടോ. है कॉफी। ലോൺ എടുത്ത് പണമിറക്കി ഔഡിക്കാറും വാങ്ങി, കൂട്ടുകാരെ സൊപ്പിട്ട് ബൈക്ക് ഒരെണ്ണം വാങ്ങി. നോ റിപ്ലൈ, സ്റ്റിൽ നോ റിപ്ലൈ. അവിടെ വീട്ടുകാരെ ഓടിച്ചിട്ട് നാട്ടുകാരെ കല്ലെറിഞ്ഞ്, കൂട്ടുകാരെ കൈയൊഴിഞ്ഞ്, ഒറ്റയ്ക്കായി സെനിമൻസ് വർക്കൗട്ടായി, പെണ്ണ് വലയിലായി, ചെക്കൻ പുലിയുമായി, ടോട്ടൽ ചേഞ്ച് ഔട്ടായി, ഡെയിലി ടേക്ക് ഔട്ടായി. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ ബ്രേക്കപ്പ് ആയി.
यार बहुत माड़ी हो रही है इसके साथ. ഹലോ കഫേ ഹലോ ഇത് ഞാനാ സെലൻ. ആ Salin. ഇന്നെൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതിന് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഞാൻ यार yes പറയണോ no പറയണോ? कंफ्यूज है. ना ഇതാരാണ് ഇതാരാ? ഞാൻ ജോജോ. വെക്കണ ഫോൺ. ആഹാ, ഇക്കാലത്ത് ആരും ഉപദേശിക്കാൻ പാടില്ല. ഇതൊക്കെ എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? സോറി, ഞാൻ അങ്ങനെ ബെല്ലോണ്ടും എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. यार अब वो जहाँ भी कंफ्यूज है वो. പട്ടിയുണ്ട് എന്ന ബോർഡ് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല. വെച്ച കാല പുറകോട്ട് വെക്കത്തില്ല, വെച്ച കാലിന്റെ കെട്ടിപ്പോഴും അഴിച്ചിട്ടില്ല. അവളുടെ ചേട്ടന്മാര് വന്ന് രണ്ട് പൊട്ടിച്ചിട്ടും അവന്റെ കാല് രണ്ട് പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചിട്ടും പെണ്ണ് പറ്റിച്ചിട്ടും കീറി ഒട്ടിച്ചിട്ടും പിന്നെ കൂട്ടുകാര് വട്ടം കൂടി പുച്ഛിച്ചിട്ടും തോര കുടിപ്പിച്ചിട്ടും നേരം വെളുപ്പിച്ചിട്ടും 10 പൈസയുടെ വെളി പോലും അവന് വന്നിട്ടില്ല. എടാ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ എന്റെ പൊന്നളിയ മലയാളത്തിലല്ലേ പറയണ. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവളുടെ അല്ലേലും സീമത്തം കോണ്ട്ര. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, പുല്ല വേണ്ട, ഇവളുടെ ആകെ മൊത്തം ടോട്ടൽ സീൻ കോണ്ട്ര. Scene contra. ഹൈ, ഇതാ ഇത്. എടാ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മേരോടൊപ്പം നടക്കണ സെലിൻ. ഇതാണ് സെലീൻ. എടാ ഇതെല്ലാം കുറച്ചാളെ നിനക്ക് പറഞ്ഞെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നത്. സെലീൻ. അതെ, ഇതാണ് സെലീൻ. പോവാ. 2 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചു. यार वहीं पर आई मैंने वाले ब्रिज पर. कैसे engagement? अब उसके एंगेजमेंट पे आए हैं. Salin की. Please मैरी मत कर यार, Salin मत कर शादी. Engagement कर रही है. പച്ചക്കറിക്കായ തട്ടിൽ ഒരു പൊട്ടറ്റോ മുത്തശ്ശി ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളി. എടാ മാമുണ്ട് പൊട്ടറ്റോ മുത്തശ്ശിയല്ല. ആ ഇതന്നെ എനിക്ക് പറ്റിയത്. എടാ പ്രമോദേ, കത്ര ഇതിന്റെ ഹൈറ്റ് കറക്റ്റാണോ? എന്റെ ബേബി ചേട്ടാ, ഉണ്ണീഷോനെ ഇപ്പോഴേ വെച്ചാ അതിനെന്താ? നിങ്ങൾ എന്ത് ക്രിസ്ത്യാനിയാണ്? RC 12 മണിയാകുമ്പോ കൂടൂ. 12 മണിക്ക് ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോയി കിടന്നുറങ്ങും. മമ്മി മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആ ഓക്കെ നമുക്ക് ഗുണ്ടൊക്കെ പൊട്ടിച്ച് വൈനൊക്കെ വിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, ഇത് മമ്മി കൊടുത്തേ. ഹാപ്പി ക്രിസ്മസ്. നേരത്തെ ഇറങ്ങണം, ഞങ്ങളുടെ ഇറങ്ങാം. അല്ലെങ്കിൽ ഞാൻ മൊത്തം അടിച്ചു തീർക്കൂട്ടോ. ये क्यों आई Salin? मूवी में बैड ट्विस्ट. कहीं अपनी एंगेजमेंट तो नहीं छोड़ आई? नहीं हुई तो है. केक के लिए से दिया क्या? बोला शादी में तुम आए केक बनाना. ഒരു ക്രിസ്മസ് കേക്ക് വേണം. ഏതാണ്? देख I told you. 1 kg മതിയോ? ആ റെക്റ്റാങ്കിൾ. റെക്ടാങ്കിൾ ഇല്ല, റൗണ്ട് മാത്രം. ആ കുഴപ്പമില്ല, അത് മതി. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? വേണ്ട. ഹസ്ബൻഡൊക്കെ എന്ത് പറയുന്നു? ഏത് ഹസ്ബൻഡ്? അല്ല ഇപ്പം അന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ്റെ മനസ്സമ്മത്തിൻ്റെ അന്ന് ഞാൻ വിളിച്ചില്ലായിരുന്നോ? ഉം. അത് കഴിഞ്ഞ് പിന്നെ കൺഫ്യൂഷനായി. എന്തു പറയുന്നൊക്കെ ആലോചിച്ചാൽ വട്ടായി. ആ എന്നിട്ട് फिर പറഞ്ഞു. एंगेजमेंट तोड़ दी. ഓ അതൊക്കെ കഴിഞ്ഞ് റിസപ്ഷൻ ആകെ സീനായി. എന്ത് പറ്റി? क्या ട്വിസ്റ്റ്. എവിടെ മേക്കപ്പ് ചെയ്തേ?
റീസെൻ്റ് എടുത്ത് ഹാവ് യു ബീൻ ടു ബോംബെ? Yeah. അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ യു ലുക്ക് ലൈക്ക് ഹോർ ഫ്രം ദേ ആൻഡ് ഇറ്റ്സ് സോ ഹോറബിൾ ലുക്കിംഗ് അറ്റ് യു ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫാമിലി, മൈ ഫ്രണ്ട്സ്. ആൻഡ് ഹൗ ഡു യു തിങ്ക് ഐ ക്യാൻ ടോളറേറ്റ് യു? ഹായ് സെലിൻ. ഹായ് റോണി. यार सेलिन friend ये तो नहीं बोलना सुनना चाहिए पे। था। ആ റോണി ചേട്ടാ, वो शादी वाले दिन എടുത്തോ, റോണി ചേട്ടാ ഒന്നും കൂടെ നോക്കിയേ. വരില്ല. ഒന്ന് സ്മൈൽ ചെയ്യാവോ? ഒന്ന് പോസ് ചെയ്യോ റോണി ചേട്ടാ? സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? और अब അങ്ങനെ इसको നമുക്ക് कुछ കല്യാണം വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇടയ്ക്ക് മൂക്കി വലിച്ചേരുന്ന പൊടിയുണ്ടല്ലോ. മുക്കിപ്പൊടിയാണ്. അല്ല, ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ വലിക്കുന്ന സാധനമില്ലേ? ഓ drugs है। ചാർലി. ഏ കൊക്കെയിൻ. അത് തന്നെ. അത് വലിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നേ. പിന്നെ വെറുതെ പിച്ചും പേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. എന്നാ പിന്നെ അവോയ്ഡ് ചെയ്തൂടെ? അവോയ്ഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ സ്വയം പോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എടുത്തില്ലെങ്കിൽ ഒരു 40 മിസ്ഡ് കോൾ ഉണ്ടാവും. പപ്പ പറഞ്ഞോ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന്. പക്ഷെ പോലീസൊക്കെ എന്ത് ചെയ്യാനാ? ഇവനൊക്കെ നല്ല തല്ല് തന്നെ കിട്ടും. यार ये तो मूवी में ट्विस्ट आ गया। और आई होप सिलाइन शादी कर ले यार इससे। और यार मतलब कि क्या बनाया है। तो सोचो मैरी के पीछे पीछे घूमते थे, क्या पता था उसको। और हम लोगों को लास्ट में उसकी शादी जो होगी वो सिलाइन से होगी, छोटी बच्ची। पहले उसको प्रोफेसर पसंद थी, उसको अपनी एज की लड़की थी पसंद थी, अपने से बड़ी लड़की भी पसंद थी और अपने से छोटी लड़की भी। तो लाइक भाई जो जॉर्ज है वो प्यार में लट्टू बंदा है ना। उसकी केमिस्ट्री लाइक कुछ और ही बोलती है। मतलब वो कभी किसी के पीछे कभी किसी के पीछे, लाइक उसको एक कोई रास्ता नहीं मिल रहा लाइफ में अब। बट सेलिन ने जो अपनी लाइक एंगेजमेंट छोड़ के आई है, अब देखते हैं कि वो आगे जॉर्ज के साथ रहेगी नहीं रहेगी, वो तो आगे देख के ही पता लगेगा। वही तो कैसे यही था हमारा रिएक्शन। आप लोगों को कैसा लगा प्लीज़ कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो प्लीज़ इस वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पर न्यू तो सब्सक्राइब करिए। बाय।